എംബാം ചെയ്ത് വെച്ചതാണ്. ഇത് ഒറിജിനലാണ് കണ്ടോ. ഇതൊക്കെ ഉണക്കി ഇതേപോലെ വെച്ച ധാന്യങ്ങളും. ധാന്യം മാറുണ്ടോ നോക്ക്. അന്നത്തെ നോക്ക്, അന്നത്തെ ഇതിനൊക്കെ ഉപയോഗിച്ചിന്, കൃഷിക്കും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിനെ ഒറിജിനൽ സംഭവങ്ങളൊക്കെ ഉണക്കി എന്താ പറയാ, എംബാം ചെയ്യാന്നല്ലേ, തുകിലുകൾ കൊണ്ടുണ്ടാക്കിയ. തുകിലുകൾ കൊണ്ടുള്ള ബാഗ്, ഈ ഈത്തപ്പനാര് കൊണ്ടുള്ള എന്താണ് കയറുകള്, സംഭവം അത് കാണേണ്ട കാഴ്ചയാണ്. കാണേണ്ട കാഴ്ചയാണ് കാഴ്ച. കാണേണ്ട കാഴ്ച എന്ന് വെച്ചാൽ കാണേണ്ട കാഴ്ച. ഇതിനകത്തൊക്കെ ഉണ്ടല്ലേ. തുകിലുകളും വീട് പോലെ വെള്ളം കുരം ഉപയോഗിച്ച് തൊട്ടി, കയറ്, സംഭവമായിട്ടത്. ഒരുപാട് സാധനങ്ങൾ അന്ന് നിലം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മരത്തോണ്ട് ഉണ്ടാക്കിയുണ്ടോ സംഭവമാണ്. ഇത് കാണേണ്ട കാഴ്ചയായിട്ടോ. ഇതോ ഇത് ഒറിജിനൽ അല്ല, ഇത് ജിപ്സാടാ. ഇത് ജിപ്സ് അല്ല, എന്തിനാ നോക്ക്. ഇത് മരങ്ങളാണ് കേട്ടോ. ഇതിന്റെ ഇത് റൂഫ് നോക്ക്, ഇതിന്റെ റൂഫ്. ഇത് ഒറിജിനലാ, ഇത് ഒറിജിനലാ. ഇതിന്റെ ഉള്ളില് സാധനം നിറച്ചിക്കണല്ലേ, തൊലി വെച്ചിട്ട് എന്നിട്ട് മറച്ചിക്കാണ്. ഉള്ളിൽ ഇറച്ചി കളഞ്ഞിട്ട് ഒറിജിനൽ തൊലിയാണ്, ഒറിജിനൽ തൊലിയാണ്. ഇതിന്റെ മറ്റേ ഫാൽക്കൺ പക്ഷിന്റെ തല എന്തൊക്കെ. ഇതിന്റെ റൂഫ് നോക്ക്, സെറ്റ് തന്നെ. അയ്യോ നോക്കിയാ വെള്ളം കുറെ ഉപയോഗിച്ചിന് പാത്രങ്ങൾ. ഇവിടെ ഇപ്പോഴും ഒരു പാലിന്റെ സ്മെല്ല് അല്ലേ. അന്നൊക്കെ ഏത് ഇത് മരം, ഇതൊക്കെ മണ്ണല്ലേ. മരത്തിന്റെ പാത്രങ്ങൾ ഇതൊക്കെ. അല്ല ഇതൊക്കെ മണ്ണാന്ന് തോന്നുന്നു. ഇത് ഉണ്ടോ, ഇത് ഹജ്ജുൽ ഫഖാർ ഓടുണ്ടാവും. മണ്ണാണ്, കളിമണ്ണാണ്. നമുക്ക് അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഉരുളിയൊക്കെ ഉണ്ടല്ലേ. ഇത് നോക്കുമ്പോ ഇത്രയും വലിയ ഉരുളിയൊക്കെ അന്നത്തെ ഉണ്ട്. ഇവിടെയൊക്കെ മറ്റേ അതിന്റെ സ്മെല്ല്. അതിന്റെ ഉള്ളിൽ പഴയ കട്ടിലുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പിലൊരു കട്ടില്. ഓ മാസ്റ്റർ ടൈപ്പ് കിടക്കാം. സെറ്റ്. നൈസ് നൈസ് നൈസ്. ഇതങ്ങനെ കുറെ ആയിരം കൊല്ലം നോക്ക്. ഇത് തോലാണ്, ഇത് തോലാണ്, ഒറിജിനൽ തോല്. തുകിൽ പെട്ടില്ലേ. അതിന്റെ റൂഫ്, സെൻസർ, പെട്ടി, ഒന്ന് ഷൂ സെറ്റ് ഉണ്ട്. കഫൽ ഖദീം. അപ്പുറത്തോ അവിടെ തുറക്കാനില്ല. ഓരോ നിൽക്കുമ്പോഴും ഓരോന്ന് വരുന്നു. അത് ചങ്ങായി ഇത് പ്രിന്റിങ്ങിന് ടൈപ്പ് റൈറ്റിങ്ങിന് എന്തൊരു എന്താണ് തുകിലുകള് നമ്മൾ കണ്ടല്ലേ. തുകിൽ പാത്രങ്ങളും. ഓ തുകിൽ പാത്രങ്ങളും കാണേണ്ട കാഴ്ചയിട്ടത്. ഓ മൈ ഗോഡ്, ഇതൊക്കെ പുതിയതാണ്. തുകിൽ പാത്രങ്ങളും സെറ്റാട്ടോ. വാ, ഇതിനകത്ത് സ്മെല്ല് ഉണ്ടല്ലൊരു കുട്ടിയ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പാത്രങ്ങൾ മൃഗങ്ങളെ തോലുകൊണ്ട് ഉണ്ടാക്കിയതൊക്കെ. മൃഗങ്ങളെ തോലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അന്ന് വെള്ളം കോരാനും ഇതിനൊക്കെ നോക്കി. ഞാൻ അത്രയും സ്റ്റിച്ച് ആയി നോക്കി. കമ്പനി ഇതൊക്കെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ. ഉണക്കി ഉണ്ടാക്കിയതാണ്. ഇത് വെള്ളം ആ പൊട്ടിക്കല്ലേ. ഇതൊക്കെ മരാട്ടോ, ഫുള്ള് മരമാണ്. റൂഫൊക്കെ ഫുള്ള് മരം, പഴയ മരം.
ചുമര് കല്ല്. ഗണ്ണ്. കുറേ ഫോട്ടോസ് ഉണ്ട് അന്നത്തെ ഭരണാധികാരികളെ ഒക്കെ ആയിട്ട്. ഇവിടെ കസമല ബിസിനസ്സായി. ഓ, ഇത് അന്നത്തെ കാലത്തെ പഴയ കാലത്ത് ഇവിടുത്തെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും. ഓ, നൈസാണ്, വെരി നൈസ്. ഇവിടെ ഒന്ന് നോക്കടാ, അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും. എത്ര വർഷം പഴക്കേണ്ടതൊക്കെ. ഹിജാം, അത് ബെൽറ്റ്. ഇതിൽ നാണയങ്ങളാണ് തോന്നുന്നത് കൊത്തി വെച്ച് തൂക്കി കിടക്കുന്ന കേട്ടോ. ഇതിനകത്ത് ഹിജാം ബെൽറ്റിനകത്തൊക്കെ. ഇത് തുകിലുകൾ തന്നെയാണ്. ഇതും അതിൽ തുകിലുകൾക്കുള്ളിൽ അവരുടെ ഹിജാം, അവരുടെ വസ്ത്രം. ഓ, നൈസ്. ഇത് അവിടെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഇതേപോലെ തന്നെ സ്ത്രീകൾ ഇതിൽ പുരുഷന്മാർ ഇതൊന്നും ഉപയോഗിച്ചിരുന്ന. ഓ, നോക്ക് തിരകള്, വെടിത്തണ്ടോ, 2 തിരകളിനകത്ത് വാള്. അന്ന് ഉപയോഗിച്ചിട്ടുള്ള പഴയ കാലത്ത് ഉപയോഗിച്ച വാളുകളും അന്നത്തെ അവരുടെ പ്രൗഢിയുടെ പ്രതീകമായ വസ്ത്രങ്ങളും. ചെണ്ട. ഇവിടേക്ക് റൂഫ് മരം തന്നെയാണ്. വെരി ബ്യൂട്ടിഫുൾ. അവിടെ പോയി ഗണ്ണുകൾ കാണാം. ഇവിടെയുണ്ട്. ഓ, നോക്കാം, സെറ്റ് തന്നെയല്ലേ. നോക്ക്, അന്നത്തെ കാലത്ത് ഇതിന്റെ തുപ്പാക്കിയൊക്കെ ഉണ്ട്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. ഇത് നോക്ക് ഇതിന്റെ പിടുത്തം കൊടുത്തത് എന്തോ ചെന്നായിന്റെ എന്തിന്റെ ഒരു ഇത് വെച്ചിട്ട് നാണയങ്ങളുണ്ടായി. ഏതൊക്കെ പഴയ അന്നത്തെ അറബി സൗദി റിയാൽ വാഹിദ്. 1 റിയാലാണ് ഇത് കാണുന്നത്. 1 റിയാൽ, 10 റിയാൽ. അന്നത്തെ 10 റിയാൽ, അന്നത്തെ 5 റിയാലാത്ത് 5 എല്ലാ പൈസകളും. അന്ന് ഏറ്റവും വലിയ മൂല്യമുള്ള പൈസ എന്ന് പറയുന്നത് 100 റിയാലല്ലേ? 100 റിയാലാണ് ഏറ്റവും വലുത് തന്നെ. ഓ, നമുക്ക് മൊബൈലുകള്, ടൈം പീസ്, വാച്ച്, ഗണ്ണ്, വെടിക്കോപ്പുകള്, ഇതൊക്കെ നോക്കതല്ലേ. ഇവിടേക്ക് റൂഫ് മരാണേ. പറയൂ. എന്താ പ്രൗഡി. പാമ്പിന്റെ ജിന്നന്റെ ശരീരത്തിൽ കയറി എനിക്ക് സംശയമുണ്ട്. മോൾക്കുണ്ടേ. ഇത് മറ്റൊരിടം. ഖാസ് വാൽബീസോ. പുസ്തകങ്ങൾ. ഇതൊക്കെ പുതിയ പുസ്തകങ്ങളല്ലേ കുറെ. പഴയ കാലത്ത് അന്നത്തെ ഓരോ പത്ര നുബുവേ അന്നത്തെ പത്രമാണ്. ഇപ്പം ഇല്ലല്ലോ അതൊന്നും അല്ലേ. കൊല്ലം മുമ്പുള്ള ലെറ്റർ. ഇത് 1337. ഇപ്പം 1400 എത്രയായി? 47-48. 100 വർഷം മുമ്പുള്ളൊരു പത്ര റിപ്പോർട്ടാണ് അത്. ഓ, ഇവിടെ ഒന്ന് നോക്കടാ. ഇതൊരു സംഭവട്ടെ. ഇത് الهند تسعى للحصول على مزيد من الأسلحة لسد العدوان الصيني. ചൈനയുമായിട്ടുള്ള ശത്രുത പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ കൂടുതൽ ആയുധം വേണമെന്ന് പിന്നെ പറയുന്നുണ്ടെന്ന് പറയുന്നത്. ഏതാ കാലം ഇത്? 1431. എത്ര കൊല്ലം മുമ്പാന്നറിയാം? 100 വർഷങ്ങൾക്ക് മുമ്പ്. 1447 അല്ലേ? 47-48 അന്നേരമുള്ള പേപ്പർ ഇത്. അന്ന് തന്നെ അവര് ഇതൊക്കെ
നോട്ട് ചെയ്യണ്ടില്ല അന്ന് ഈ പത്രങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ അല്ലേ മലിക്കൽ കരീം പഴയ പുസ്തകങ്ങളാ ഇതിനകത്ത് ഒരുപാട് പുസ്തകങ്ങൾ. ഓ അല്ലേ ഇതൊക്കെയാണ് പൈസ കൊടുത്ത് കാണുന്നത് സത്യമായിട്ടും. മഹർജ് എടുക്കില്ല ഇല്ല ഇത്രയും വരെയുള്ളൂ കേട്ടോ ഫിനിഷായി ഓക്കെ കംപ്ലീറ്റ് 10